ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമുക്ക് വാഴ്ത്തിപ്പാടാം. ഇന്നലെയും ഇന്നും എന്നും എന്നും എന്നേക്കും മാറ്റമില്ല മഹാപ്രഭു യേശു മാത്രം. ഇന്നലെയും ഇന്നും എന്നും എന്നും എന്നേക്കും മാറ്റമില്ല മഹാപ്രഭു യേശു മാത്രം. ആകാശവും ഭൂമിയും മാറിപ്പോകും, മാറ്റമില്ലാത്ത കർത്താവ് മാത്രം. ആകാശവും ഭൂമിയും മാറിപ്പോകും, മാറ്റമില്ലാത്ത കർത്താവ് മാത്രം. ഇന്നലെയും ഇന്നും എന്നും എന്നും എന്നേക്കും മാറ്റമില്ല മഹാപ്രഭു യേശു മാത്രം. ഇന്നലെയും ഇന്നും എന്നും എന്നും എന്നേക്കും മാറ്റമില്ല മഹാപ്രഭു യേശു മാത്രം. ദൈവിക സമയങ്ങൾക്ക് മാറ്റമില്ല, തക്ക സമയത്ത് വാഗ്ദത്തങ്ങൾ നടത്തും. ദൈവിക സമയങ്ങൾക്ക് മാറ്റമില്ല, തക്ക സമയത്ത് വാഗ്ദത്തങ്ങൾ നടത്തും. കർത്താവിനായി മാത്രം കാത്തിരിക്കുന്ന ഭാഗ്യമുള്ളവർക്കായി നാഥൻ വേഗം എത്തിടും. കർത്താവിനായി മാത്രം കാത്തിരിക്കുന്ന ഭാഗ്യമുള്ളവർക്കായി നാഥൻ വേഗം എത്തിടും. ഇന്നലെയും ഇന്നും എന്നും എന്നും എന്നേക്കും മാറ്റമില്ല മഹാപ്രഭു യേശു മാത്രം. ആകാശവും ഭൂമിയും മാറിപ്പോകും, മാറ്റമില്ലാത്തത് കർത്താവ് മാത്രം. ഇന്നലെയും ഇന്നും എന്നും എന്നും എന്നേക്കും മാറ്റമില്ല മഹാപ്രഭു യേശു മാത്രം. കർത്താവിന് സമയങ്ങളെല്ലാം തക്ക സമയങ്ങളാണ്. എന്നാൽ കർത്താവ് തന്നിരിക്കുന്ന വിലയേറെ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കാറുണ്ടോ? യാത്രാവേളയിൽ നമ്മൾ പലതും ചിന്തിച്ചുകൊണ്ടൊക്കെ യാത്ര ചെയ്യും അല്ലേ? എന്നാൽ ആ സമയങ്ങൾ നമുക്ക് തക്കത്തിൽ എങ്ങനെ ഉപയോഗിക്കാം? അതെ, യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ ജാഗരിക്കാനായിട്ട് സാധിക്കും അല്ലേ? എത്രത്തോളം നമുക്കത് സാധിക്കുമോ അത്രത്തോളം അത് നല്ലൊരു കാര്യം തന്നെയാണ്. മനസ്സിലൊരു ചെറിയൊരു വാഞ്ച, ചെറിയൊരു യാചന, ചെറിയ വാചകം, പ്രാർത്ഥന, ഇതെല്ലാം ഫലവത്തായി തീരുക തന്നെ ചെയ്യും. ഉത്തരങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുമ്പോൾ കൂടുതൽ അക്കാര്യത്തിൽ നമുക്ക് പൂർണ്ണ തൃപ്തിയുള്ളവരായി മുന്നേറാനായിട്ടും സാധിക്കുക തന്നെ ചെയ്യും. നാം യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെയും യാത്ര ചെയ്യുന്ന വാഹനം ഓടിക്കുന്നവരെയും അതിലെ യാത്ര ചെയ്യുന്നവരെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ വായിക്കാൻ പറ്റും അല്ലേ? ട്രെയിൻ ഓടിക്കുന്നവരെയും യാത്ര ചെയ്യുന്നവരെയും മാത്രമല്ല എല്ലാ പൈലറ്റുമാരെയും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വളരെ ദുരന്ത വാർത്തകളും കേട്ടുള്ളൂ. ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവരെല്ലാം നമ്മളോർത്ത് പ്രാർത്ഥിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ യാത്രാവേളയിലായിരിക്കുന്നവരോർത്ത് ഒരു ദിവസം ഒത്തിരി പൈലറ്റുമാർ ആ യാത്രാവേളയിലായിരിക്കുന്നു. അനേകരെ വഹിച്ചുകൊണ്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. അവരെ ഓർത്ത് നമുക്ക് യാത്രാവേള ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. കടലിൽ യാത്ര ചെയ്യുന്ന അനേക ഷിപ്പുകളുണ്ടല്ലേ, ടൂറിസ്റ്റ് ഷിപ്പുകളും മറ്റു കപ്പിത്താന്മാരെയും യാത്രക്കാരെയും അതുപോലെ ഷിപ്പിലുള്ള വർക്കേഴ്സ്മാരെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാനായിട്ട് സാധിക്കും. അതുപോലെ പലവിധമായിരിക്കുന്ന വണ്ടി ഓടിക്കുന്നവർ അനേകരും രോഗാവസ്ഥയിലുള്ളവരാണ് അല്ലേ? അപ്പോൾ യാത്ര നമുക്ക് അവരോ കരുതണേ കർത്താവേ, അവർക്ക് അവരുടെ യാത്ര ആ ലക്ഷ്യം അത് ശുഭമായിരിക്കണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അതുപോലെ യാത്രാവേളയിൽ ആയുസ്സിനെ എടുക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഒരു ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് ആയുസ്സിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റു വണ്ടികൾക്ക് തട്ടി അപകടമായി തീരും അല്ലേ? അപ്പോൾ നമുക്ക് അതൊക്കെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഡ്രൈവിങ് ചെയ്യുന്നവരുടെ ആയുസ്സിനെ എടുക്കല്ലേ, യാത്രാമധ്യ എടുക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല നല്ലവനായ യേശു കർത്താവിനെ ഇവരൊക്കെ അറിയേണ്ടതിനായിട്ട്
ആ ഒരു വാക്കും കൂടി നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കണം. നീണ്ട റോഡുകൾ, റെയിൽ പാളങ്ങൾ, കടൽ മാർഗങ്ങളെല്ലാം, ആകാശമാർഗങ്ങളൊക്കെ പ്രാർത്ഥന കണ്ണീർ നയനങ്ങളായി നമുക്ക് തീരണം. കണ്ണീരോട് വിധിക്കുന്നവർ ആർക്കൂടെ കൊയ്യും എന്നുള്ള വചനം ഓർത്തുകൊണ്ട് നന്മ കൊയ്യുന്നവരായിട്ട് നമുക്കിരിക്കാം. വാഹനങ്ങൾക്ക് പെട്രോൾ, ഡീസൽ, CNG ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇല്ലാതെ പറ്റില്ലല്ലോ. അത് നൽകുന്നവരെയൊക്കെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ വാഹനങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്, അതെല്ലാം അടുക്കും ചുറ്റോടെ ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ യാത്രാവേളയിൽ അനേക ദോഷങ്ങൾക്കായി ചീറിപ്പായുന്നവരുണ്ട് അല്ലേ, അവരുടെ ആ ദോഷങ്ങൾ പിടിക്കപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കൊരു ആംബുലൻസ് വണ്ടി ചീറിപ്പായി നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിലുള്ള വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആരാന്ന് നമുക്കറിയത്തില്ല, എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇത് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സും പൂർണ്ണ ആരോഗ്യമുള്ളവനൊന്നും ആയിരിക്കില്ല, ആരോഗ്യമുള്ള ആളായിരിക്കില്ല. എന്നാൽ അദ്ദേഹം സൗഖ്യമാകട്ടെ, അവിടെയുള്ള പേഷ്യൻറ്റുമാരൊക്കെ സൗഖ്യമാകട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ വലിയ പ്രവൃത്തി കർത്താവിൻ്റെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാമെന്ന് യേശുപ്പച്ചൻ പറഞ്ഞപ്പോൾ അനേക കാര്യങ്ങൾ നടന്നല്ലേ. അതുപോലെ നമുക്കറിയാം, നമ്മുടെ വചനത്തിലെല്ലാം യാത്രാവേളയിൽ കുഷ്ഠരോഗികൾ യാത്രാവേളയിൽ സൗഖ്യമായി. അതുപോലെ എത്യോപ്യയിലെ ഷണ്ണാദി എന്തു പറ്റിയ വചനം വായിക്കൽ അവിടെ വലിയ പൊരുൾ തിരിച്ചറിയുകയാണ്. എമ്മോസിലേക്കുള്ള യാത്രമധ്യ കർത്താവിൻ്റെ വലിയ ദൈവിക പദ്ധതികളോടെ നിറവേർപ്പെടുന്നു. ഇങ്ങനെ അനേക കാര്യം നമുക്ക് യാത്രമധ്യ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ദൈവം നൽകുന്ന ഓരോ വേളകളും നമുക്ക് ഏറ്റവും ഫലവത്തമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങൾ അങ്ങനെ അല്പമൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ അല്പമായി മുന്നറിവ്, ദേശത്ത് ഉണർവ് നടക്കേണ്ടതിനായിട്ട്, കർത്താവിൻ്റെ വരവിനായിട്ട് ദേശം ഒരുങ്ങിയിരിക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൂര്യനും ചന്ദ്രനും സൗരയൂഥങ്ങളും നക്ഷത്രങ്ങളൊക്കെയും തലങ്ങും വിലങ്ങും അവർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ അല്ലേ, ഒരു ദിവസം എന്തുമാത്രം വാഹനങ്ങളാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മധ്യത്തിലും നമ്മുടെ കർത്താവ് വരാറായി. നമുക്ക് ആ സ്വർഗീയ യാത്രയിലൊക്കെ വേഗം ഒരുങ്ങിക്കൊണ്ടേയിരിക്കാം. അതിനെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ വാക്യം സഖറിയാവ് 10:12. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും, അവർ അവൻ്റെ നാമത്തിൽ സഞ്ചരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. സഖറിയാവ് 10:12. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.